പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ലളിതാ സഹസ്രനാമം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ 5 ശ്ലോകങ്ങൾ പരിചയപ്പെട്ടു, അല്ലെങ്കിൽ 5 ഈരടികൾ പരിചയപ്പെട്ടു. ഇനി 6ാമത്തെ ഈരടിയാണ് പറയാൻ പോകുന്നത്. ആദ്യം ശ്ലോകം പറയാം. വദനസ്മര മാംഗല്യ ഗൃഹതോരണ ചില്ലിക വക്രലക്ഷ്മീ പരീവാഹ ചലന്മീനാഭലോചന. ഈ വരിയിലൂടെ ദേവിയുടെ പുരികക്കൊടിയെയും കണ്ണിനെയും ഒക്കെയാണ് വർണ്ണിക്കുന്നത്. ഋഷീശ്വരന്മാർക്ക് കിട്ടിയ ദേവീ ദർശനത്തിലൂടെ അവര് വർണ്ണിക്കുകയാണ് ദേവീ സ്വരൂപത്തെ. ആദ്യം നമുക്ക് അർത്ഥം നോക്കാം. വദനസ്മര മാംഗല്യ ഗൃഹതോരണ ചില്ലിക. വദനം എന്നാൽ മുഖം എന്നാണ് അർത്ഥം. ഇനി അടുത്തതായിട്ട് സ്മരൻ. സ്മരൻ എന്നാൽ കാമദേവൻ എന്നാണ് അർത്ഥം. മാംഗല്യഗൃഹം. മാംഗല്യഗൃഹം എന്ന് പറഞ്ഞാൽ വിവാഹം നടക്കുന്ന മണ്ഡപം അല്ലെങ്കിൽ വിവാഹഗൃഹം എന്നൊക്കെ നമുക്ക് അർത്ഥമായിട്ട് എടുക്കാം. വദനസ്മര മാംഗല്യ ഗൃഹതോരണ ചില്ലിക. തോരണം എന്നാൽ അലങ്കാരം, അലങ്കരിക്കുക എന്നൊക്കെ പറയാം. ചില്ലിക. ചില്ലിക എന്നാൽ പുരികം എന്നാണ് അർത്ഥം. പുരികക്കൊടി, പുരികം എന്നൊക്കെ അർത്ഥമായി എടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി വായിച്ചാൽ എങ്ങനെ ഉണ്ടാവും? വദനസ്മര മാംഗല്യ ഗൃഹതോരണ ചില്ലിക. ദേവിയുടെ പുരികത്തെയാണ് വർണ്ണിക്കുന്നത്. ഇതിൽ പുരികത്തെ എന്തുമായാണ് താരതമ്യം ചെയ്യുന്നത്? കാമദേവന്റെ വിവാഹ മണ്ഡപത്തിൽ തൂക്കിയിട്ട തോരണമാണെന്ന് തോന്നുന്ന രീതിയിലുള്ള പുരികക്കൊടിയാണ് ദേവിക്കുള്ളത് എന്നാണ് ഇവിടെ അർത്ഥമാക്കിയെടുക്കേണ്ടത്. അതായത് ഒരു വിവാഹ മണ്ഡപം എങ്ങനെ എത്രത്തോളം മനോഹരമായി അലങ്കരിക്കാറുണ്ട് എന്നൊക്കെ നമുക്ക് അറിയാലോ. അപ്പോൾ അതുപോലെയാണ് ദേവിയുടെ പുരികക്കൊടി അലങ്കരിച്ചിട്ടുള്ളത്. കാമദേവന്റെ വിവാഹ മണ്ഡപം ആവുമ്പോൾ എങ്ങനെ ഉണ്ടാകും? ആകർഷണീയമായിരിക്കും. അത്രയും ആകർഷണീയവും ഭംഗിയുള്ളതുമായിരിക്കും. അതുപോലെയുള്ള ദേവിയുടെ പുരികക്കൊടിയെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ദേവിയുടെ പുരികക്കൊടിയെയാണ് ചില്ലിക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ ഗൃഹതോരണ ചില്ലിക. അപ്പോൾ ദേവിയുടെ പുരികക്കൊടി കണ്ടാൽ എന്തായിട്ടാണ് തോന്നുക? കാമദേവന്റെ വിവാഹ മണ്ഡപത്തിലെ തോരണങ്ങൾ തൂക്കിയിട്ട പോലെയാണ് ദേവിയുടെ പുരികക്കൊടി ഉള്ളത്. അത്രയ്ക്ക് ഭംഗിയുള്ളതാണ് ദേവിയുടെ പുരികക്കൊടി. അതിമനോഹരമാണ് ദേവിയുടെ പുരികക്കൊടി എന്നാണ് ഈ വരിയുടെ ഒരു അർത്ഥം. മറ്റൊരർത്ഥമായിട്ട് നമുക്കെടുക്കാം. കാമദേവന്റെ വിവാഹമണ്ഡലത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന തോരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊരർത്ഥത്തിൽ ദേവിയുടെ മുഖത്തെയാണ് വിവാഹ മണ്ഡപമായിട്ട് പറയുന്നത്. വിവാഹ മണ്ഡപം എത്രത്തോളം ആകർഷണീയമായിരിക്കും, എത്രത്തോളം ഭംഗിയുള്ളതായിരിക്കും, ആളുകളെ വശീകരിക്കുന്നതായിരിക്കും വിവാഹ മണ്ഡപം, അല്ലെ? അത്രയും ആകർഷണീയമായിരിക്കും. അങ്ങനെയുള്ള വിവാഹ മണ്ഡപത്തിൽ, ദേവിയുടെ മുഖമാകുന്ന വിവാഹ മണ്ഡപത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന തോരണമെന്ന് തോന്നുന്ന രീതിയിലുള്ള പുരികക്കൊടി എന്നൊരർത്ഥം കൂടി ഇതിനെടുക്കാം. ഇതാണ് വദനസ്മര മാംഗല്യ ഗൃഹതോരണ ചില്ലിക എന്ന വരിയുടെ അർത്ഥം. ഇനി നമുക്ക് 2ാമത്തെ വരി നോക്കാം. വക്രലക്ഷ്മീ പരീവാഹ ചലന്മീനാഭലോചന. ആദ്യം നമുക്ക് നോക്കാം. വക്രം എന്ന് പറഞ്ഞാൽ മുഖം എന്നാണ് അർത്ഥം. ലക്ഷ്മി എന്നാൽ ഐശ്വര്യം, സമൃദ്ധി എന്നൊക്കെ അർത്ഥമായിട്ട് എടുക്കാം. വക്രലക്ഷ്മി പരീവാഹം എന്ന് പറഞ്ഞാൽ വഹിച്ചു കൊണ്ടുപോകുന്ന എന്നൊക്കെ അർത്ഥമായിട്ട് എടുക്കാം. മുഖ സൗന്ദര്യത്തെ ഒഴുക്കായാണ് ഉപമിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. വക്രലക്ഷ്മി പരീവാഹം, മുഖ സൗന്ദര്യം, ദേവിയുടെ മുഖത്തിന്റെ ഐശ്വര്യം ഒഴുകാണ്. വക്രലക്ഷ്മി പരീവാഹ ചലന്മീനാഭലോചന. ചലന്മീനാഭലോചന എന്താണെന്ന് നോക്കാം. ലോചനം എന്നാൽ കണ്ണ് എന്നാണ് അർത്ഥം. മീനാഭം എന്നാൽ മീനിന്റെ ശോഭയുള്ള, മത്സ്യത്തിന്റെ ശോഭയുള്ള എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ കൂട്ടി വായിക്കുകയാണെങ്കിൽ എന്താണ്? വക്രലക്ഷ്മി പരീവാഹ ചലന്മീനാഭലോചന.
മീനിന്റെ ശോഭയോടു കൂടിയുള്ള കണ്ണുകളാണ്, ലോചനമാണ് ദേവിക്കുള്ളത് എന്നാണ് ഇവിടെ പറയുന്നത്. ദേവിയുടെ കണ്ണിനെയാണ് ഈ വരിയിലൂടെ വർണ്ണിക്കുന്നത്. ദേവിയുടെ കണ്ണ് എന്തുപോലെയാണുള്ളത്? മീനിനെ പോലെ ശോഭിക്കുന്നതാണ്. ഐശ്വര്യത്തോടെയുള്ള മുഖം ആണ് ദേവിക്കുള്ളത്. ആ മുഖത്തിൽ എന്താണുള്ളത്? ഐശ്വര്യം വഹിച്ചു പോകുന്ന മുഖ സൗന്ദര്യത്തെ ഒഴുക്കായി ഉപമിക്കുന്നു, അല്ലെങ്കിൽ ഒഴുക്കായി കാണുന്നു. ആ ഒഴുക്കിൽ ഒഴുകുന്ന മീനാകുന്ന കണ്ണ്, ദേവിയുടെ ആ സൗന്ദര്യത്തിന്റെ ആ ഒഴുക്ക്, അതിലെന്താണ് ഒഴുകുന്നത്? ദേവിയുടെ കണ്ണുകൾ മത്സ്യവുമായിട്ട് ഉപമിക്കുകയാണ്. അതിലുള്ള മത്സ്യത്തിന്റെ ആ ഒരു ആകൃതിയിലുള്ള കണ്ണാണ് ദേവിക്കുള്ളത്. ആ കണ്ണിനെയാണ് ഇത്രത്തോളം വർണ്ണിക്കുന്നത്. ഒഴുക്കുള്ള ജലത്തില് മത്സ്യങ്ങൾ ഒഴുകി പോകുന്നത് കാണാൻ നല്ല ഭംഗിയല്ലേ? അപ്പൊ ആ കണ്ണുകളെ ഇങ്ങനെ വർണ്ണിക്കുകയാണ്. എല്ലാവർക്കും അർത്ഥം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വദനസ്മര മാംഗല്യ ഗൃഹതോരണ ചില്ലിക വക്രലക്ഷ്മി പരീവാഹ ചലന്മീ നാഭലോചന. അപ്പൊ ഇതാണ് 6ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത്. ഈ ശ്ലോകത്തിൽ ദേവിയുടെ പുരികത്തെയും കണ്ണുകളെയും മുഖ സൗന്ദര്യത്തെയും കൂടിയാണ് വർണ്ണിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ദേവിയുടെ മുടി എപ്രകാരമാണുള്ളത്, ദേവിയുടെ പൊട്ട് എപ്രകാരമാണുള്ളത്, നെറ്റിത്തടം എങ്ങനെയാണുള്ളത് എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഒക്കെ അർത്ഥം നിങ്ങൾ മനസ്സിൽ കുറിച്ചു വെക്കണം, മനസ്സിൽ ഓർമ്മ വേണം. സഹസ്രനാമം ജപിക്കുന്ന സമയത്ത് അത് ഓർമ്മയുണ്ടായിരിക്കണം. ഏകദേശം ഒരർത്ഥം നമ്മൾ മനസ്സിൽ കുറിച്ചു വെക്കണം. എന്നിട്ട് നമ്മൾ ആ ഒരു രൂപത്തെ ധ്യാനിച്ചുകൊണ്ട് ലളിതാ സഹസ്രനാമം ജപിക്കുകയോ കേൾക്കുകയോ ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക ഊർജപ്രവാഹം എല്ലാവരിലും ഉണ്ടാകും. അങ്ങനെയുള്ള ആ ഊർജം നമ്മൾക്ക് നിത്യേന ലഭിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതം മുഴുവനായി ദേവി മാറ്റിമറിക്കും. നമ്മൾക്ക് എന്താണോ വേണ്ടത് അതെല്ലാം തന്നെ അമ്മ നൽകും. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരാൾ സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ലളിതാ സഹസ്രനാമം പകുതി ചൊല്ലി പകുതി പിറ്റേ ദിവസം ചൊല്ലിയാൽ പ്രശ്നമുണ്ടോ എന്നുള്ളത്. നമുക്കറിയാം, വിധിപ്രകാരം ലളിതാ സഹസ്രനാമം മുഴുവനായിട്ടും ചൊല്ലണം. ഒരേ ദിവസം തന്നെ ഒരേ സമയം നിങ്ങൾ ഇരുന്ന് തുടക്കം മുതൽ അവസാനിക്കുന്ന ഭാഗം വരെ ചൊല്ലി തീർക്കേണ്ടതാണ്. എന്നാൽ നിങ്ങൾക്ക് അത്രയും ചൊല്ലാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രീമാതാ, ശ്രീ മഹാരാജ്ഞി, ശ്രീമത് സിംഹാസനേശ്വരി എന്ന് തുടങ്ങുന്ന തുടക്കം മുതൽ ദേവിയുടെ പാതാരവിന്ദങ്ങളെ വർണ്ണിക്കുന്ന ശിഞ്ചാനമണി മഞ്ജീര മണ്ഡിത ശ്രീപദാംബുജ മരാളി മന്ദഗമന മഹാലാവണ്യ ചേവധി എന്ന് അവസാനിക്കുന്ന വരി വരെ നിങ്ങൾ ചൊല്ലി തീർക്കണം എന്നാണ് പറയപ്പെടുന്നത്. എന്ന് വെച്ച് ലളിതാ സഹസ്രനാമത്തെ ആരും ഭയഭക്തിയോടെ ഒന്നും സമീപിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മുടെ അമ്മയാണ്. അമ്മ ഒന്നും തന്നെ മക്കളെ ചെയ്യില്ല. മക്കളുടെ തെറ്റുകളൊക്കെ ക്ഷമിക്കുന്നവളാണ് നമ്മുടെ അമ്മ, അല്ലേ? അതുകൊണ്ട് എല്ലാവരും കഴിയുന്ന രീതിയിൽ ലളിതാ സഹസ്രനാമം ചൊല്ലി പഠിച്ച് നിത്യേന കേൾക്കുകയെങ്കിലും ചെയ്യുന്നതാണ് ഉത്തമം. എല്ലാവർക്കും ദേവീ കൃപാ കടാക്ഷം ഉണ്ടാകട്ടെ. അടുത്ത ക്ലാസ്സിൽ വരാം.